നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് മിസ് ചെയ്യാതെ കാണണേ. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഇവളുടെ പേര് ബൂയങ്. ഇവളൊരു ബോക്സിംഗ് ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടിട്ട് ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന സ്ഥലം പോലെയല്ല തോന്നുന്നത്, ഒരു അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ഇവിടെ ഇവള് നമ്മുടെ ഹീറോനെ നോക്കിയിട്ട് ഇവന്റെ പേര് യൂജിൻ, 6 വർഷം മുമ്പ് പ്രോ ചാമ്പ്യൻഷിപ്പ് വിന്നർ ആയിരുന്നു. എന്നാൽ ഇവൻ ഇല്ലീഗൽ സബ്സ്റ്റൻസ് എല്ലാം യൂസ് ചെയ്താണ് വിൻ ചെയ്തതെന്നും പറഞ്ഞിട്ട് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും ബാൻ ചെയ്യുകയുണ്ടായി. പിന്നീട് അവൻ ഹൈഫ് എന്ന ഒരു ചെറിയ വില്ലേജിലാണ് താമസിക്കുന്നത്. അതിനുശേഷം ഇവൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ അണ്ടർഗ്രൗണ്ട് മാച്ചിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അന്നേരം അവളുടെ അടുത്തുണ്ടായിരുന്ന ആള്, ഓക്കെ മിസ്റ്റർ ബു, നിങ്ങൾ മുകളിൽ പോയി വെയിറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ ഈ മാച്ചിൽ നമ്മുടെ നായകനാണ് വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ എന്റെ കാശ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ഇൻവെസ്റ്റർ അതാ നിങ്ങളെ മുകളിൽ കാത്തിരിക്കുന്നു, അവിടെ പോയി വാങ്ങിക്കുമെന്ന് ഇയാൾ പറയും. അങ്ങനെ അവനത് വാങ്ങാനായിട്ട് മുകളിൽ പോയതും ബൂനെ കണ്ട് അവൻ ആകെ ഷോക്കാകും. ഇവർ രണ്ടുപേരും 6 വർഷം മുമ്പ് 1 night 1 night സ്പെൻഡ് ചെയ്തിരുന്നു. ഇനി ആ പേരും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വന്നതാണോന്ന് കരുതിയിട്ട് അവനൊന്ന് പേടിക്കും. എന്നാൽ അവൾ വളരെ കൂളായിട്ട് കാഷ്വൽ ആയിട്ട്, ഹേ മിസ്റ്റർ യൂജിൻ, നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് നാളായി, നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞിട്ട് അവൾ അവനക്ക് കൈ കൊടുക്കും. ഉടനെ അവൻ 6 വർഷം മുമ്പ് ഒരു രാത്രി എന്നോടൊപ്പം നിന്നിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇപ്പോ പെട്ടെന്ന് തിരിച്ചു വന്നിരിക്കുന്നു, എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ച് അവളെ പേടിപ്പിക്കും. അന്നേരം അവളെ, നിങ്ങളെ കോൺട്രാക്ട് മാരേജ് ചെയ്യാൻ വന്നതാണ്, അതായത് എനിക്കൊരു താൽക്കാലിക ഹസ്ബൻഡിനെ വേണം, നിങ്ങൾക്ക് ഞാൻ $10 million തരാം, 3 മാസം വരെ മതി എന്നൊക്കെ പറഞ്ഞ് അവൾ അവനക്കൊരു കാർഡ് കൊടുക്കും. അന്നേരം അവൻ, നമ്മുടെ പഴയ പ്രശ്നം തന്നെ തീർന്നിട്ടില്ല, അപ്പോഴേക്കും നീ പുതിയ കോൺട്രാക്റ്റുമായി വന്നിരിക്കുന്നു, എപ്പോഴും എല്ലാ പ്രശ്നവും പണം ഉപയോഗിച്ച് സെറ്റിലാക്കാമെന്ന് വിചാരിക്കണ്ട എന്നും പറഞ്ഞ് അവളെ ശകാരിച്ച് അവൻ പോകും. അന്നേരം അവളെ എണീറ്റിട്ട്, നിന്റെ അമ്മയ്ക്ക് തീരെ വയ്യാത്തതല്ലേ, അവരുടെ ചികിത്സയ്ക്ക് നിനക്ക് പണം ഉപയോഗിച്ചൂടെ, ആഹാ നീ എന്നെ കുറിച്ച് എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണല്ലോ വന്നേക്കുന്നത് എന്നും പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടും. അന്നേരം അവളെ, നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട, ഈ ഒരു ചെറിയ കാര്യത്തിനൊന്നും ഞാൻ പേടിക്കില്ല, ആഹാ അങ്ങനെയാണോ, എന്നാ നിനക്ക് വേറെ എന്താ പേടിയുള്ളതെന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോയിട്ട് ക്ലോസ് ആയി കിസ് ചെയ്യാനിരിക്കും. അന്നേരം അവളെ, നിനക്ക് ഈ കോൺട്രാക്ട് മാരേജിന് താല്പര്യമുണ്ടെന്നാണ് തോന്നുന്നത്, നമുക്ക് കല്യാണം കഴിച്ചാലോന്ന് അവൾ പറയും. അന്നേരം അവൻ, നീ ആദ്യം പോയി നിന്റെ മണ്ട ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, അതിലൊന്നും കാണത്തില്ല, നിനക്ക് വട്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകും. നിന്നെ പോലെ ഒരാളെ പണം ഉപയോഗിച്ച് വാങ്ങാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചരാന്ന് അവൾ മനസ്സിൽ പറയും. നമ്മുടെ ഹീറോ ഒരു ഫിഷർമാൻ ആണ്, അവനക്ക് വീട് അങ്ങനെയൊന്നുമില്ല. അവന്റെ വീടെന്ന് പറയുന്നത് ബോട്ടാണ്, ബോട്ടിലാണ് അവൻ സ്റ്റേ ചെയ്യാറുള്ളത്. അവനവിടെ ഷേവ് ഒക്കെ ചെയ്തുകൊണ്ട് ഓരോന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് തുടങ്ങും. ലവർ, മാരേജ് അതൊന്നും ശരിയാകില്ല എന്നും പറഞ്ഞ് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് നമ്മുടെ ബൂയൻ കാറിൽ നിന്ന് ഇറങ്ങി വരും. ഇത് കണ്ട് അവൻ, എന്താടി നീ വലിയ ആൾക്കാരെ പോലെ കാറിലൊക്കെ ഇറങ്ങി വന്ന്, അപ്പോഴേക്കും നീ എന്റെ വീടും കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാറിൽ നിന്നും 2 കുട്ടികൾ ഇറങ്ങി ഓടി വന്നിട്ട് അമ്മയെന്ന് വിളിക്കും. ആക്ച്വലി അവൾക്ക് 2 കുട്ടികളാണ് ഉള്ളത്, 2 പേരും ട്വിൻസ് ആണ്. മകന്റെ പേര് ഷിയാങ്, മകളുടെ പേര് ചെങ് എന്നുമാണ്. ഷിയാങ്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്ന്, നിങ്ങളോട് ഞാൻ കാറിൽ ഇരിക്കാനല്ലേ പറഞ്ഞ്. അന്നേരം ഈ പയ്യൻ, അമ്മേനെ ഏതേലും റോഡികൾ വന്ന് ഉപദ്രവിക്കുമോ എന്ന് കരുതി ആകെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അന്നേരം നമ്മുടെ ഹീറോ, അതേ മോനെ, ഈ റോഡി പയ്യൻ നിന്റെ അമ്മയെ മാത്രമല്ല നിങ്ങൾ 2 എണ്ണത്തിനെയും എടുത്തിട്ട് കടലിലേക്ക് എറിഞ്ഞിട്ട് മീനിന് തിന്നാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കും. അവരാകെ പേടിച്ച് വായ പൊത്തും. ശേഷം അവൻ, ഈ 6 വർഷത്തിനിടയിൽ നിനക്ക് അപ്പോഴേക്കും 2 കുട്ടിപിശാചും ഉണ്ടായോ? അന്നേരം അവൾ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഒറ്റക്കായിട്ട്, നിങ്ങൾക്ക് അവരുടെ അച്ഛനാകണോ, എന്നാൽ ദയവായി കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുമെന്ന് പറയും. ആഹാ, അപ്പൊ നീ ഈ 2 എണ്ണത്തിനും വേണ്ടി ഒരു അച്ഛനെയാണ് തിരയുന്നത്, അതിനാണ് നീ $10 million കൊടുത്ത് ഈ പാവം പിടിച്ച് നിഷ്കളങ്കനായ എന്നെ അച്ഛനാക്കാൻ നോക്കുന്നത് അല്ലേ? അന്നേരം അവള്, നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ ഉടനെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യും, അതിനുശേഷം 3 മാസത്തിനുള്ളിൽ നീ എനിക്ക് എന്റെ കുടുംബത്തിന് ഒരു അവകാശയും കൂടി തരണം, അതിനുശേഷം നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി, സത്യമായിട്ടും ഞാൻ നിന്നെ കാണാൻ പോലും വരില്ല എന്ന് അവൾ പറയും. ഉടനെ അവൻ അവളുടെ മോന്തക്ക് പിടിച്ചിട്ട്, എന്ത് അവകാശിയോ, ഓൾറെഡി നിനക്കിപ്പോ 2 കുട്ടികളുണ്ട്, അതുപോരാഞ്ഞിട്ട് ഇനി ഒന്നും കൂടെ വേണോ, നിനക്കെന്താ ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് ഒരു ഹോബിയാണോ, എനിക്ക് നിന്നെ കല്യാണം കഴിക്കുന്നതിൽ യാതൊരു ഇൻട്രസ്റ്റുമില്ല, വേഗം ഇവിടുന്ന് പോകാൻ നോക്കെന്ന് പറഞ്ഞ് അവന് പോകും. അന്നേരം അവള്, നീ എപ്പോഴും ഇങ്ങനെ ഇല്ലീഗൽ ആയിട്ടുള്ള ബോക്സിംഗ് ചെയ്യുമ്പോൾ ഒരു ദിവസം നീ ആ റിങ്ങിനുള്ളിൽ മരിച്ചു വീണാൽ എന്ത് ചെയ്യും? ഇത് കേട്ടതും അവനൊക്കെ ടെൻഷനായി ഉടനെ അവളെ തൂക്കിയെടുത്തിട്ട് കാറിനുള്ളിൽ ഇട്ടിട്ട്, ഇനി നിന്നെ മേലിൽ ഇവിടെ കാണാൻ പാടില്ല, ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും എന്നും പറഞ്ഞിട്ട് അവൻ അവളെ കാറിലിട്ടിട്ട് പോകും. ഇവിടെ മക്കൾ വന്നിട്ട് ആകെ പേടിച്ച്, അമ്മയ്ക്ക് എന്തു പറ്റിയെന്നൊക്കെ കരഞ്ഞ് ചോദിക്കുന്നുണ്ട്. അന്നേരം അവളെ, അമ്മക്കൊന്നുമില്ല, ഞാനും അവരും ചുമ്മാ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കളിച്ചതാണെന്ന് പറയും. അന്നേരം ഈ പയ്യൻ, അമ്മേ ഞങ്ങൾ ആകെ പേടിച്ചു എന്ന് പറഞ്ഞിട്ട്, അമ്മേ ഇത് ഞാനുണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് അവനുണ്ടാക്കിയ റോക്കറ്റ് എടുത്തിട്ട് അമ്മക്ക് കൊടുക്കും. അങ്ങനെ അവളത് നിവർത്തി നോക്കുമ്പോൾ അതൊരു അഡ്വർടൈസ്മെന്റ് പേപ്പർ ആയിരിക്കും. അത് നമ്മുടെ ഹീറോയിന് നല്ലൊരു പെണ്ണിനെ തിരയുന്നുണ്ടെന്ന് കാണിച്ചിട്ടുള്ള ഒരു മാട്രിമോണി അഡ്വർടൈസ്മെന്റ് പോലെ ആയിരിക്കും അത്. എടാ ദുഷ്ട, കല്യാണത്തിന് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, നിനക്ക് കുട്ടികളുള്ളവരെ കല്യാണം കഴിക്കാൻ പാടില്ലല്ലേ, നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചിരാന്നും പറഞ്ഞിട്ട് അവൾ വീണ്ടും ബോട്ടിൽ കയറിയിട്ട്, നാട്ടുകാരെ ഞാനാണ് യൂജിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് എന്ന് ഉറക്കെ മൈക്കിലൂടെ വിളിച്ചു പറയും. ഇത് കേട്ട് അവനവളോട്, അപ്പൊ നീ പോയില്ലേന്നും പറഞ്ഞ് ദേഷ്യപ്പെടും. എന്നാൽ ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ആകെ അന്തം വിടും. എന്താ യൂജങ് ഇത്, നീ ഇവളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നേ, ഞാൻ വിചാരിച്ച് നീ വെള്ളിയായിരിക്കും കല്യാണം കഴിക്കുന്നത്.
നിന്ന്. നിങ്ങൾ രണ്ടുപേരും കുട്ടിക്കാലം മുതലേ ഫ്രണ്ട് അല്ലേ? അന്നേരം അവൻ ഇല്ല ആന്റി, ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് ശരിയാണ്, പക്ഷെ അത് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടും വലിയ ഓടി വരും. അന്നേരം പൂയങ്, അപ്പൊ നീയും ഞാനും തമ്മിലാണോ മത്സരം? അന്നേരം ഈ ആന്റി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? വലിയൊരു യങ്കളും അവിവാഹിതയുമാണ്, നീയോ 2 കുഞ്ഞുങ്ങളുടെ ഒരു അമ്മയും. മര്യാദക്ക് ഈ വില്ലേജും വിട്ട് ഇവിടുന്ന് പൊയ്ക്കോ എന്നും പറഞ്ഞ് എല്ലാവരും അവൾക്ക് നേരെ തിരിയും. കൂടെ ഹീറോയും, നോക്ക്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല, അതും അച്ഛനാരാണെന്നറിയാത്ത ഈ 2 കുട്ടിപിശാചുകളുടെ അമ്മയായ നിന്നെ. എനിക്ക് നിന്റെ കുട്ടികൾക്ക് അച്ഛനാകാൻ സാധിക്കില്ല എന്നവൻ പറഞ്ഞതും അവളാകെ ദേഷ്യത്തോടെ അവന് മുഖത്തടിച്ചിട്ട്, എന്റെ മക്കളെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ മോനെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. ആക്ച്വലി ഈ 2 കുട്ടികളും നമ്മുടെ ജിയാങ്ങിന്റേതാണ്. ഈ പയ്യനുണ്ടല്ലോ ഷിയാങ്, അവൻ ജനിച്ചത് മുതലേ അവനക്ക് ലുക്കീമിയ എന്ന അസുഖമുണ്ട്. ഇതൊരു രക്തത്തിലൂടെ പടരുന്ന അസുഖമാണ്. ഇവനെ ചികിത്സിക്കണമെങ്കിൽ ഇനി ഇവൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ വെച്ച് മാത്രമേ ഇവനെ രക്ഷിക്കാൻ കഴിയൂ. അതായത് ഷിയാങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു കുഞ്ഞിന് വേണ്ടിയാണ് അവളൊരു 3 മാസത്തെ കോൺട്രാക്ട് മാരേജിന് വേണ്ടി ജിയാങ്ങിന്റെ പിറകെ നടക്കുന്നത്. ഇപ്പോ അവൻ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ഇതൊക്കെ ആലോചിച്ച് ഹീറോയിൻ കാറിൽ ഇരുന്നിട്ട് ആകെ വിഷമിക്കുകയാണ്. അന്നേരം ഈ പയ്യൻ, അമ്മ എന്തിനെ വിഷമിക്കുന്നേ? അമ്മ വിഷമിക്കേണ്ട, അമ്മയെ ഞാൻ നന്നായി നോക്കും എന്ന് പറയുമ്പോഴേക്കും അവന്റെ മൂക്കിൽ നിന്നും ബ്ലഡ് വരാൻ തുടങ്ങി. അങ്ങനെ അവനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴാണ് ജിയാങ് അതിലൂടെ നടന്നു പോകുന്നത് അവൾ കാണുന്നത്. പിറകെ അവൾ അവനെ ഫോളോ ചെയ്തു തുടങ്ങി. അവന്റെ അമ്മയെയും ഇതേ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അമ്മ അവനോട്, മോനെ, എനിക്ക് വയസ്സായി വരികയാണ്, അമ്മക്ക് തീരെ വയ്യ, ഞാൻ എത്ര കാലമുണ്ടാകുമെന്ന് എനിക്കറിയില്ല, നിനക്കും വേണ്ടേ ഒരു കൂട്ട്? നീ കല്യാണം കഴിച്ചു കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന് അമ്മ അവനോട് പറയും. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ബുയാങ്, ഓ, അപ്പോ അമ്മക്ക് വേണ്ടിയാണ് ഇവൻ കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ ചിരിക്കും. കൂടാതെ എനിക്കെന്റെ കുഞ്ഞിനെ എങ്ങനെയും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അവന്റെ കൈ പിടിച്ചിട്ട്, യൂജാങ്, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചതും, എന്റെ കൈവിടെ, നീ എന്താ ഇവിടെ, നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, മുമ്പ് കണ്ട അന്നൊന്നും നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇപ്പൊ നീ എന്താ ദേഷ്യപ്പെടുന്നേ എന്ന് പറയുമ്പോഴേക്കും അവൻ അവളുടെ വായ പൊത്തി പിടിച്ചിട്ട് അവളെ പുറത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട്, നീ എന്താ ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എന്താ നിന്റെ ഉദ്ദേശം? എന്താ നിനക്ക് വേണ്ടേ എന്നൊക്കെ ചോദിക്കും. അന്നേരം അവള്, നിന്റെ അമ്മയ്ക്ക് ഇപ്പൊ വയസ്സായി വരികയാണ്, തീരെ വയ്യ, കൂടാതെ നിന്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല. ഈ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു പെണ്ണും നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാകില്ല. പോരാത്തതിന് നിനക്ക് സ്വന്തമായി ഒരു വീട് പോലും ഇല്ല. ഇനി അഥവാ കല്യാണം കഴിച്ചാൽ നീ അവളെ ബോട്ടിലാണ് കിടത്തുക. വളരെ മോശം തന്നെ. നിനക്ക് നിന്റെ അമ്മയുടെ ആഗ്രഹം പൂർത്തീകരിക്കാനായി എന്നെ വിവാഹം കഴിച്ചാൽ മതി. ഞാൻ മാത്രമാണ് നിന്റെ ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞ് അവന്റെ അടുത്തുനിന്ന് ഫോൺ വാങ്ങിയിട്ട് അവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്യും. എന്നിട്ട് നോക്ക്, ഇതാണ് എന്റെ നമ്പർ, നിനക്ക് ഞാൻ 2 മണിക്കൂർ സമയം തരാം, അതിനുള്ളിൽ നന്നായി ആലോചിച്ച് നല്ലൊരു തീരുമാനമെടുക്കാൻ നിന്നിട്ട് എനിക്ക് വിളിക്കെന്ന് പറയും. ഇവിടെ ഹോസ്പിറ്റലിൽ അവളുടെ ഫ്രണ്ട് വന്നിട്ട്, ബുയാങ് എന്തായി, അവൻ സമ്മതിച്ചോ എന്ന് ചോദിക്കും. ഇല്ലടി, അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് ബുയാങ് പറയും. എന്നാൽ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അവനാണെന്ന് നിനക്ക് അവനോട് പറയാമായിരുന്നില്ലെന്ന് ഈ ഫ്രണ്ട് പറയും. അവനാണ് അച്ഛനെന്നറിഞ്ഞാൽ അവന്റെ കുഞ്ഞിനെ അവൻ ഹെൽപ്പ് ചെയ്യില്ലേ എന്ന് ഈ ഫ്രണ്ട് പറയുമ്പോൾ, അവനെ ഓൾറെഡി ബോക്സിംഗിൽ നിന്നും ബാൻ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ അണ്ടർ ബോക്സിംഗ് ആണ് അവനിപ്പോ ചെയ്യുന്നത്. ചുമ്മാ റോഡിസം കാട്ടി ചുറ്റി നടക്കുകയാണ്. അവനാണ് എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണെന്നറിഞ്ഞാൽ അവൻ കഷ്ടപ്പെടേണ്ടി വരും. ഈ ഒരു കാര്യം ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പോലും പറയാതെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്ന് അവൾ പറയും. ശരി, പോകാൻ സമയമായി, അവന്റെ തീരുമാനം എന്താണെന്ന് അറിയണം, ഞാൻ പോയിട്ട് വരാം, നീ അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കെന്ന് ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ബുയാങ് യൂജിങ്ങിന്റെ അടുത്തോട്ട് പോകും. അന്നേരം അങ്ങോട്ട് യൂജിങ്ങിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ വെല്ലി അങ്ങോട്ട് വരും. എന്നിട്ട് ഇവളെ തടഞ്ഞു നിർത്തിയിട്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേക്കുന്നേ? അവൻ എന്തായാലും നിന്നെ കല്യാണം കഴിക്കില്ല, അതും അച്ഛനാരാണെന്നറിയാത്ത ആ കുഞ്ഞുങ്ങൾക്ക് അവൻ ഒരിക്കലും അച്ഛനാകില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ വെറുപ്പിക്കും. അന്നേരം അവള്, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് അനാവശ്യം പറയരുത്, പിന്നല്ലാതെ അച്ഛനാരാണെന്നറിയാത്ത കുഞ്ഞുങ്ങളെ അങ്ങനെ തന്നെയല്ല വിളിക്കുക. ഇത് കേട്ട് ദേഷ്യം വന്ന ഹീറോയിൻ അവളെ അടിക്കാൻ നിൽക്കവേ ഉടനെ അങ്ങോട്ട് യൂജിങ് വന്ന് ഹീറോയിന്റെ കൈ പിടിച്ചു വെക്കും. അന്നേരം വെല്ലി, ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ യൂജിങ്ങിന് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന്. ഉടനെ യൂജിങ് അവളുടെ കണ്ണിൽ നോക്കിയിട്ട്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, ആ ഓപ്ഷൻ ഇപ്പോഴും നിലവിലുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേട്ട വെല്ലി, ഇവനെന്താ കുടിച്ചിട്ടുണ്ടോ, മാറി പറഞ്ഞതാണോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അവൻ ഹീറോയിന്റെ കൈയും പിടിച്ചുകൊണ്ട് പോകും. അന്നേരം വെല്ലി, യൂജാങ്, നിനക്ക് നാണമില്ലേ, അച്ഛനാരാണെന്നറിയാത്ത കുട്ടികളുടെ അമ്മയെ കെട്ടാൻ എന്ന് പറഞ്ഞതും ഇത് കേട്ട് ഹീറോയിനാകെ ദേഷ്യം വരും. വെല്ലിയുടെ അടുത്തോട്ട് പോയിട്ട് അവളുടെ മോന്തക്കിട്ടൊന്ന് കൊടുക്കും. ശേഷം അവനവളെ അവന്റെ ബോട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. നീ വാ, നമുക്ക് പോയിട്ട് മാരേജ് ലൈസൻസ് വാങ്ങിട്ട് വരാമെന്ന് അവൻ പറയും. അന്നേരം അവള്, എന്ത് മാരേജ് ലൈസൻസോ? അന്നേരം അവള് അവളുടെ ഫ്രണ്ട് പറഞ്ഞ കാര്യം ആലോചിക്കും. നീ നന്നായി ആലോചിക്ക്, അവനൊരു റൗഡി പയ്യനാണ്, നീ അവനെ കല്യാണം കഴിച്ചാൽ അവൻ ഡിവോഴ്സ് തരില്ലെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ലൈഫ് ലോങ് നീ ആ റൗഡിന്റെ കൂടെ ജീവിക്കുമോ? ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവളൊന്നും കൂടെ ആലോചിച്ചിട്ട്, ഓക്കെ ശരി, നമുക്ക് കല്യാണം കഴിക്കാം, പക്ഷെ ലൈസൻസിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊരു ടെമ്പററി മാരേജ് അല്ലേ, അതുകൊണ്ട് ലൈസൻസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞതും അവൻ അവളോട്, ആഹാ, എന്ത് രസം നിന്റെ ഓഞ്ഞ വർത്താനം കേൾക്കാൻ, നിന്നെ ലൈസൻസ് ഇല്ലാതെ ഞാൻ വിവാഹം കഴിക്കുകയും വേണം, അതിലൊരു കുഞ്ഞിനെയും വേണം, ഒരുപക്ഷെ നീ എന്നെ ഇട്ടിട്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യും? നിന്നെ പറ്റി പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ ഞാൻ എന്ത് തെളിവാ കൊടുക്കുക? ഇതെല്ലാം നിന്റെ അടവാണ്
മോശമാണ്. നീ ആദ്യം നിന്റെ ഐഡി ഇങ്ങെടുക്ക്, എന്നാൽ ഞാൻ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാമെന്ന് അവൻ പറയും. അവസാനം അവള് ഓക്കെ ഐഡി തരാം, പക്ഷെ കല്യാണം കഴിഞ്ഞാൽ ഒരു സെലിബ്രേഷനും പാടില്ല. അതുപോലെ എന്റെ സമ്പത്തിൽ യാതൊരു പ്രതീക്ഷയും വെക്കണ്ട. 3 മാസം ഒന്നായി ജീവിക്കാം, അതിനുശേഷം നീ നിന്റെ പണി നോക്കി പൊക്കോണം. അന്നേരം അവനെ എനിക്കും ഓക്കെ, നീ പറഞ്ഞ പോലെ ഞാൻ കേൾക്കാം, പക്ഷെ എന്റെ അമ്മയെയും നീ നന്നായി നോക്കണം, അല്ലെങ്കിൽ ഈ അഗ്രിമെന്റ് എപ്പോ വേണമെങ്കിലും ഞാൻ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ രണ്ടാളും ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യും. ശേഷം അവർ തെളിവിനായി കല്യാണ ഫോട്ടോയും എടുക്കുന്നുണ്ട്. പിന്നീട് അവൾ വില്ലേജിൽ നല്ലൊരു വീട് വാങ്ങിക്കും. അയൽവാസികളെല്ലാം ഇവളെ കണ്ടിട്ട് വാവ് നല്ല സുന്ദരി കൊച്ച്, നീ പുതിയതാണോ ചോദിക്കുമ്പോൾ മറ്റൊരുത്തി ഇത് യൂജാങ്ങിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറയും. ശേഷം ഇവള് യൂജാങ്ങിനെ കോൾ ചെയ്തിട്ട് നീ എണീറ്റോ, നിനക്ക് ഞാനൊരു സർപ്രൈസ് വാങ്ങിയിട്ടുണ്ടെന്ന് പറയും. ഇവനിവിടെ ബോട്ടിൽ നല്ല ഉറക്കത്തിലാണ്. അവൾ അവനക്ക് അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിന്റെ സാധനങ്ങളും പെട്ടികളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വാന്ന് പറയും. ഇവിടെ ഈ ആന്റി നമ്മുടെ നായികയെ അപമാനിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നീ യുദ്ധം ചെയ്ത് യൂജാങ്ങിനെ വലയിൽ വീഴ്ത്തിയോ? ഞങ്ങളുടെ വെല്ലിമോള് പാവം, അവളെ പറ്റിച്ചല്ലേ, നീ അവനെ മുതലെടുക്കുവാണോ? പാവം യൂജാങ്, അവൻ അവന്റെ അമ്മയുടെ ട്രീറ്റ്മെന്റിന് എടുത്തു വെച്ചിരിക്കുന്ന ക്യാഷ് കൊണ്ട് വീടെല്ലാം വാങ്ങി ദൂർത്തടിക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. അന്നേരം അവളെ ഇത് ഞാൻ എന്റെ സ്വന്തം കാശ് കൊണ്ട് വാങ്ങിയതാണെന്ന് പറയും. പക്ഷെ അതാരും തന്നെ വിശ്വസിക്കില്ല. അപ്പോഴേക്കും നമ്മുടെ യൂജാങ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടാകും. അവൻ അവരോട് അതവള് അവളുടെ സ്വന്തം കാശ് കൊണ്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യും. അന്നേരം വെല്ലി വന്നിട്ട് നിനക്കിപ്പോ നല്ല സുഖാണല്ലോ, ലോട്ടറി അടിച്ച പോലെയാണല്ലോ, പെണ്ണായി 2 കുഞ്ഞുങ്ങളായി വീടായി കാറായി, നിനക്ക് ഇനി പണിക്കും പോണ്ട. അവൾക്ക് എവിടുന്നായിരിക്കും ഇത്രയും കാശ്? ഇനി അവൾക്ക് മറ്റാരെങ്കിലും കൊടുക്കുന്നതാകുമോ? ഉടനെ ആന്റി നീ നല്ല പെൺകുട്ടിയല്ല, തെറ്റായ രീതിയിലാണ് നീ കാശ് സമ്പാദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വായി തോന്നിയത് വിളിച്ചു പറയും. എന്നിട്ട് യൂജാങ്ങിനോട് മോനെ അവളത്ര ശരിയല്ല, നീ അവളെ കല്യാണം കഴിക്കണ്ടെന്ന് പറയും. ആന്റി അവളെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, മാത്രവുമല്ല ഞങ്ങൾ ഓൾറെഡി വിവാഹിതരാണെന്നും പറയും. കൂടാതെ ഇനി ഇവളും ഈ വില്ലേജിലെ മരുമകളാണ്, എല്ലാവരും നല്ല രീതിയിൽ യോജിച്ചു പോകണമെന്ന് അവൻ പറയും. അന്നേരം അവള് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ആളല്ല ഞാൻ, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു കമ്പനിയുണ്ട്, എന്റെ അമ്മായിയമ്മയ്ക്ക് തീരെ വയ്യാത്തത് കൊണ്ടും ആ ബോട്ടിൽ അവർക്ക് താമസിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങിയതെന്ന് അവള് പറയും. ഇനി എന്നെയോ എന്റെ കുഞ്ഞുങ്ങളെയോ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കുമെന്നും പറയും. ഇത് കേട്ട് അവരവിടുന്ന് പേടിച്ചിട്ട് പോകും. പിന്നീട് ഇവൻ നിന്റെ കയ്യിന് അടി കിട്ടിയതല്ലേ, ഞാൻ മരുന്ന് വെച്ച് തരാമെന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ മരുന്ന് വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ വീട് വാങ്ങിയതിന് നന്ദി, ഇതിന് പകരമായിട്ട് നിനക്കെന്താ വേണ്ടേന്ന് അവൻ ചോദിക്കുമ്പോൾ ആക്ച്വലി ഈ വീട് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിയതാണെന്ന് അവൾ പറയും. അങ്ങനെ അവൻ അവൾക്ക് ബാൻഡേജ് വെച്ച് കൊടുക്കുമ്പോൾ എടാ എനിക്ക് വേദനിക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കെന്ന് പറയും. അപ്പോ അവൻ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നീ എന്താ എന്നോട് ഒരു താങ്ക്സും പോലും അറിയാത്തെ? ഹോ അത് എല്ലാവർക്കും സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലേ, അങ്ങനെയാണെങ്കിൽ അവർ നിന്നെ വല്ലതും ചെയ്തിരുന്നാൽ നീ എന്ത് ചെയ്യും? ഈ ലോകത്ത് എത്ര ആളുകളുണ്ട്, അവരിൽ ആരാണ് ഡേഞ്ചർ എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അവൻ അവളോട് പറഞ്ഞതും അവൾ 6 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ ഓർക്കുകയുണ്ടായി. അവൾ പ്രഗ്നന്റ് ആണെന്ന കാര്യം അറിഞ്ഞതും അത് അവളുടെ അച്ഛന് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവളോട് വീട് വിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് അവള് അവളുടെ ബാങ്ക് കാർഡും പ്രോപ്പർട്ടീസും എല്ലാം അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ ഇറക്കി വിട്ട പോലെ ഞാൻ എന്റെ മക്കളെ ഒറ്റക്കാകില്ലെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോരും. ഇതെല്ലാം ഇവള് ഇവിടെ ഇരുന്നിട്ട് ആലോചിച്ചുകൊണ്ട് ഇതുവരെയുള്ള 6 വർഷത്തിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് കടന്നുപോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഇത് വെറും കോൺട്രാക്ട് റിലേഷൻഷിപ്പാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. അന്നേരം അവൻ ഓ ശരിയാ, ഞാനെന്തിനാ നിന്നെ കുറിച്ച് വിഷമിക്കുന്നത്, എന്തിനാ നിനക്ക് മരുന്നൊക്കെ വെച്ച് തരുന്നത് എന്നും പറഞ്ഞ് മരുന്ന് അവിടെ ഇട്ടിട്ട് അവന് പോകും. ഇവിടെ ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കുളിക്കില്ല എന്നും പറഞ്ഞിട്ട് അമ്മയെ വട്ടുപിടിപ്പിക്കുകയാണ്. അന്നേരം ഇവൾക്ക് കുഞ്ഞുങ്ങളെ മര്യാദക്ക് നിർത്താൻ കഴിയുന്നില്ല, എന്നിട്ടാണ് മറ്റുള്ളവരെ എന്നും പറഞ്ഞിട്ട് ചിരിക്കും. 6 വർഷം മുന്നെയാണ് ഞങ്ങൾ രണ്ടാളും കണ്ടുമുട്ടിയത്. ഈ കുട്ടികൾക്ക് ഇപ്പോ 5 വയസ്സും. ദൈവമേ, ഇനിയൊരു പക്ഷെ ഇവരെന്റെ കുട്ടികളെങ്ങാനും നോ എന്നവൻ തമാശയോടെ ആലോചിക്കുകയുണ്ടായി. ഇവിടെ ബാത്റൂമിൽ ഷവറൊക്കെ പൊട്ടിച്ച് കുട്ടികൾ വെള്ളത്തിൽ കളിക്കുകയാണ്. അന്നേരം അങ്ങോട്ട് ജിയാങ് വന്നിട്ട് കുട്ടികളോട് മതി കളിച്ചത്, അവരോട് പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറയും. അന്നേരം അവളെ എന്താ മക്കളെ പറഞ്ഞേച്ച് നീ എന്നോട് റൊമാൻറ്റിക് ആവുകയാണോ? എനിക്കറിയാം നീ അങ്ങനെ വിചാരിക്കൂ എന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോകവേ അവൾ അവന്റെ മാല പിടിച്ചു വലിച്ചിട്ട് പിന്നെ നീ എന്തിനാ അവരോട് പോകാൻ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവില്ലെന്ന് നീ കരുതിയോ? നമ്മുടെ കോൺട്രാക്ട് പ്രകാരം നീ എനിക്ക് ഒരു അവകാശിയെ തരണമെന്നുണ്ടല്ലോ, അതെപ്പോഴാ? അന്നേരം അവൻ എന്നാ നോക്ക്, എനിക്ക് ഈ വെള്ളത്തിൽ വീണ് നനഞ്ഞ എലികളെയൊന്നും പറ്റില്ല, എന്നെ മയക്കണമെങ്കിൽ സുന്ദരിയായിട്ട് വാ എന്ന് പറഞ്ഞു അവിടുന്ന് പോകും. അപ്പോ അവളെ എടാ മഹാപാപി, അപ്പോ എന്നെ കാണാൻ ഭംഗിയില്ലേ, നിനക്ക് കണ്ടൂടെ എന്നൊക്കെ പറഞ്ഞ് അവനോട് ചൂടാകും. ഇവിടെ ഇവൻ പറഞ്ഞതുപോലെ ഭംഗിയായി ഡ്രസ്സൊക്കെ ധരിച്ച് ഇരിക്കാണ്. അവൻ വന്നതും ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ കാണാൻ, സുന്ദരിയല്ലേ അവള് ചോദിച്ചതും അവന് മറുപടിയും കൊടുത്തില്ല. ശരി, നീ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ സുന്ദരിയാണെന്ന് എന്നും പറഞ്ഞ് പെട്ടെന്ന് അവൾ അവനെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യും. ഉടനെ അവൻ അവളെ പിടിച്ചു മാറ്റിയിട്ട് എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടേക്ക് പോകും. ഇവിടെ ഇവളുടെ ഫ്രണ്ട് ഇവളെ കാണാൻ വന്നിട്ട് ഈ വീടും ഏരിയയും എല്ലാം സൂപ്പറാണല്ലോ, നീ കമ്പനിയെ കുറിച്ചൊന്നും വിഷമിക്കണ്ട, എല്ലാം ഞാൻ നന്നായി
നന്നായി നോക്കുന്നുണ്ടെന്ന് പറയും. എല്ലാത്തിനും വളരെ നന്ദിയുണ്ടടി. എന്റെ അമ്മയും അച്ഛനും എന്നെ ഒഴിവാക്കിയപ്പോ നീയായിരുന്നു എന്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നത്. അന്നേരം ഈ ഫ്രണ്ട് അല്ലാതെ പിന്നെ ഇവർ രണ്ടാളും എന്റെ കുഞ്ഞുങ്ങളെ പോലെയാണ്. അവനെ നോക്കേണ്ട കടമ എന്റെയും കൂടിയാണ് എന്ന് പറയും. കൂടാതെ ഷിയാങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പ്ലാൻ. അതുകൊണ്ട് പ്ലാൻ കഴിഞ്ഞ ഉടനെ നീ കോൺട്രാക്ട് അവസാനിപ്പിക്കണമെന്നും പറയും. ഇവിടെ നമ്മുടെ ഹീറോയിൻ ഹീറോക്കും വേണ്ടി ഉറങ്ങാതെ ഹോളിൽ കാത്തിരിക്കാണ്. അവനങ്ങോട്ട് വന്നതും നീ അല്ലേലും ഇവിടെ തന്നെ കിടന്നോ, സെപ്പറേറ്റ് ആയി കിടക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ടവൽ അവളുടെ ദേഹത്തേക്ക് എറിയും. അന്നേരം അവള് നിനക്കും വേണ്ടിയാണ് ഞാൻ ഉറങ്ങാതെ ഈ ഹോളിൽ കാത്തിരുന്നത്, നീ ക്ഷീണിച്ചു വന്നതല്ലേ, ദേ ഈ വെള്ളം കുടിക്കെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന അവർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ഒരു സ്പെഷ്യൽ വാട്ടർ അവനക്ക് കൊടുക്കും. പക്ഷെ അവൻ എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ നിൽക്കവേ അവൾ അവൻ തടഞ്ഞു വെച്ചിട്ട് നീ ഇത് കുടിച്ചാൽ എനിക്ക് വളരെ സന്തോഷമാകും, ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഈ വെള്ളം കൊണ്ടുവന്നത്, ഒന്ന് കുടിച്ചൂടെ എന്ന് പറയുമ്പോൾ അവനൊരു ബിയർ എടുത്തു വന്നിട്ട് ഓക്കെ ചിയേഴ്സ്, എനിക്ക് നിന്നെ വിശ്വാസമില്ല, നീ വല്ലതും കലർത്തിയിട്ടുണ്ടെങ്കിലോ ഞാൻ ഈ ബിയർ കുടിക്കാം, നീ വെള്ളവും കുടിച്ചോ എന്ന് പറയുമ്പോഴാണ് അവളുടെ മകൾ അങ്ങോട്ട് വരുന്നത്. അവൾ വന്നിട്ട് അമ്മേ എനിക്ക് നന്നായി ദാഹിക്കുന്നുണ്ട്, എനിക്ക് ആ വെള്ളം തരുമോ എന്ന് ചോദിച്ച് അവളുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് വാങ്ങിക്കും. അന്നേരം പൂയങ് അത് പിറകോട്ട് വലിച്ചിട്ട് കുട്ടികളൊന്നും ഇത് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പറഞ്ഞയക്കും. അപ്പൊ നമ്മുടെ ഹീറോ അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ഈ വെള്ളത്തിൽ എന്തോ പ്രശ്നമുണ്ട്, നീ എന്തോ കലർത്തിയിട്ടുണ്ടെന്ന് അവൻ പറയുമ്പോൾ അവനെ കാണിക്കാൻ വേണ്ടി അവളത് മോന്തി മോന്തി കുടിക്കും. എന്നിട്ട് അകത്ത് പോയിട്ട് മകൾക്ക് വേറെ വെള്ളം കുടിക്കാൻ കൊടുക്കും. ഇവള് ശരിക്കും ആ വെള്ളത്തിൽ ആൽക്കോൾ ആയിരുന്നു കലർത്തിയിട്ടുണ്ടായിരുന്നത്. അവളത് കുടിച്ചതിന് ശേഷം ബോധമില്ലാതെ ആടി ആടി നടക്കാൻ തുടങ്ങും. ശേഷം ഹീറോ അവളെ തൂക്കിയെടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഛർദ്ദിക്കാനുണ്ടെങ്കിൽ വേഗം ഛർദ്ദിച്ച് പോയി കിടന്നുറങ്ങാൻ നോക്കെന്ന് പറയും. അന്നേരം അവള് ബോധമില്ലാതെ ആടി ആടി വെള്ളത്തിൽ വീഴും. ഉടനെ അവൻ അവളെ വെള്ളത്തിൽ നിന്നെടുത്തിട്ട് നോക്ക്, നീ രണ്ടു കുട്ടികളുടെ അമ്മയാണ്, ആ നീയാണ് ഒരു പയ്യൻക്ക് ആൽക്കഹോൾ കൊടുത്ത് മയക്കാൻ നോക്കുന്നത്, ഞാനൊരു ജെന്റിൽമാൻ ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്നെ എന്ത് ചെയ്യുമായിരുന്നു നിനക്കറിയാമോ എന്നവൻ പറഞ്ഞതും ഇത് കേട്ട അവളെ എന്ത് നീ ജെന്റിൽമാനോ, അതൊന്ന് അന്വേഷിക്കണമല്ലോ എന്നും പറഞ്ഞ് അവൾ അവനെ കളിയാക്കും. അന്നേരം അവൻ അവളെ വെള്ളത്തിലേക്ക് തന്നെ തള്ളിയിട്ടിട്ട് നീ വെള്ളത്തിൽ തന്നെ കിടന്നോ, എന്നാലേ നിനക്ക് ബുദ്ധി വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് തള്ളിയിടും. അന്നേരം അവളെ എടാ എന്നെ രക്ഷിക്ക്, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളാകെ നിലവിളിക്കും. ശേഷം അവൻ അവളെ രണ്ടു കൈയിലും എടുത്തു വന്നിട്ട് ബെഡിൽ കിടത്തും. പിറ്റേന്ന് അവൾക്ക് നല്ല പനി പിടിച്ചിട്ടുണ്ടാകും. അവൻ അവൾക്ക് മെഡിസിനൊക്കെ എടുത്തു കൊടുത്തിട്ട് നീ ഇവിടെ റെസ്റ്റ് എടുത്തോ, ഇന്ന് കുട്ടികളെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിടാമെന്ന് പറയും. ഇവിടെ ഈ കുട്ടികളെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് പതുക്കെ പതുക്കെ നടന്നു വരികയാണ്. ഇവിടെ ഇവൻ ക്ഷമ കെട്ട് ഇങ്ങനെ ഉറുമ്പരിക്കും പോലെ നടന്നാൽ എപ്പോഴും സ്കൂളിലെത്തുക, ഒന്ന് വേഗമാന്ന് പറയും. അന്നേരം ഈ കുഞ്ഞുങ്ങൾ അമ്മ ഞങ്ങളോട് ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ, ആദ്യം ആരോഗ്യം നോക്കണം, ഭക്ഷണം കഴിക്കണം, അതിനുശേഷം മതി പഠനം എന്നാണ് അമ്മ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് പറയും. ഓ എപ്പോ നോക്കിയാലും അമ്മ അമ്മന്ന് മാത്രം, എന്താ നിന്റെ അച്ഛനെ കുറിച്ചൊന്നും പറയാറില്ലേ നിന്റെ അമ്മ? ഇത് കേട്ടതും ഞങ്ങൾ എന്റെ അച്ഛനെ ഇതുവരെ കണ്ടിട്ടില്ല. എന്ത് ഒരു വട്ടം പോലും നിങ്ങൾ കണ്ടിട്ടില്ലേ? ശരി, മുത്തശ്ശി മുത്തശ്ശനൊക്കെ എവിടെ? അവരെ കുറിച്ചും ഞങ്ങൾക്കറിയില്ല, അവരെയും കണ്ടിട്ടില്ല. മുത്തശ്ശൻ മരിച്ചുപോയി, പക്ഷെ മുത്തശ്ശിക്ക് ഞങ്ങളെ തീരെ ഇഷ്ടമല്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ സങ്കടത്തോടെ പറയും. ഇത് കേട്ട് നമ്മുടെ ഹീറോക്കും വളരെ സങ്കടം വരും. പാവം അവള്, ഇത്രയും വർഷം അവള് ഇവരെ ഒറ്റക്ക് കഷ്ടപ്പെട്ടാണ് വളർത്തിയതെന്ന് തോന്നുന്നു. ഇതൊക്കെ മനസ്സിൽ പറഞ്ഞ് അവൻ ആ കുഞ്ഞുങ്ങളോട് ഞാൻ നിങ്ങളെ വിട്ട് ഒരിക്കലും എവിടേക്കും പോകില്ല, അവരും നിങ്ങൾ ഞങ്ങളെ ചതിക്കരുത് യൂജാങ് എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കും. ശേഷം അവൻ അവർ രണ്ടാളെയും കൈകളിലെടുത്ത് തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് രസിച്ച് സ്കൂളിലേക്ക് പോകും. അന്നേരം അവിടേക്ക് രണ്ടാളുകൾ വരും. കഥയുടെ തുടക്കത്തിൽ ഒരു ഫൈറ്റിംഗ് കാണിച്ചിരുന്നില്ലേ, അവരാണവർ. അയാൾ അവനെ കണ്ടതും ആരെയോ ഫോണിൽ വിളിച്ചിട്ട് ഇവനെ കണ്ട കാര്യം പറയും. ഇവിടെ ഹീറോയിൻ പനി വന്ന് റെസ്റ്റിലാണ്. അന്നേരം അവൾക്കൊരു കോള് വരും. നിങ്ങളുടെ രണ്ടു കുഞ്ഞുങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, അവര് കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടെന്നും എനിക്ക് 1 മില്യൺ തരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തിരികെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞതും അപ്പുറത്ത് നിന്ന് കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം കേൾക്കുകയുണ്ടായി. ഇവളാകെ ഷോക്കായിട്ട് തീർച്ചയായിട്ടും ഞാൻ ക്യാഷുമായിട്ട് വരാം, നിങ്ങൾ അവർക്ക് ഫോൺ കൊടുക്കെന്ന് പറയും. അതൊന്നും നടക്കില്ല, നിങ്ങൾ ക്യാഷ് കൊണ്ടുവന്നാൽ കുട്ടികളെ തിരികെ തരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. ഉടനെ അവൾ ജിയാങ്ങിന് കോൾ ചെയ്യും. അവൻ അവിടെ ഹോസ്പിറ്റലിൽ അവന്റെ അമ്മയോടൊപ്പമാണ്. അവിടെ അവന്റെ സുഹൃത്ത് വെല്ലിയും ഒപ്പമുണ്ട്. ജിയാങ്ങിന്റെ ഫോണിലേക്ക് കോള് വരുന്നത് കണ്ട് വെല്ലി വേഗം കോൾ കട്ട് ചെയ്യും. ഇവിടെ ജിയാങ് വെല്ലിയോട് നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, അമ്മയെ ഞാൻ ഒറ്റക്ക് നോക്കിക്കോളാം, എനിക്ക് നിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവളെ അവിടുന്ന് പറഞ്ഞയക്കും. അന്നേരം വെല്ലിയുടെ ഫോണിലേക്കും ബുയാങ് കോൾ ചെയ്യും. എന്നിട്ട് ജിയാങ് അവിടെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അവിടെ ഇല്ലെന്ന് കള്ളം പറയും. അന്നേരം ബുയാങ് ഷിയാങ്ങിനെയും ചിങ്ങിനെയും ആരൊക്കെ പിടിച്ചുകൊണ്ടുപോയി എന്നോട് കെമിക്കൽ ഫാക്ടറിയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, നീ അവനെ കാണണേൽ ഈ കാര്യം ഒന്ന് അറിയിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. ഇവിടെ ജിയാങ് എന്തുപറ്റി, ഒരുപാട് നേരമായല്ലോ, ബുയാങ് മെഡിസിനൊക്കെ കഴിച്ചു കാണുമോ എന്നൊക്കെ ആലോചിച്ച് അവളെ കുറിച്ച് വേവലാതിപ്പെടാൻ തുടങ്ങി. ശേഷം അവൻ ഫോൺ എടുത്തിട്ട് അവൾക്ക് വിളിക്കാൻ നിൽക്കവേ അവന്റെ ഫോൺ സ്വിച്ച് ഓഫിലായിരിക്കും. ശേഷം അവളുടെ ഫ്രണ്ട്സ് ആരോ പറഞ്ഞ് അവൻ ഈ കാര്യം അറിയും. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണാൻ വേണ്ടി ആരോ കാത്തിരിക്കാണ്. അയാൾ മുമ്പിലുള്ള ഇവളോട് നീ ബുയാങ്ങിനെ കണ്ടോ, അവൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കും. നോക്ക് സീനിയർ, ഞാൻ അവളെ കണ്ടിട്ട് തന്നെ ഒരുപാട് വർഷമായി, എന്റെ അടുത്ത് അവളുടെ നമ്പർ പോലുമില്ലെന്ന് പറഞ്ഞ് അവനെ പറ്റിക്കും. അതേ കറക്റ്റ് ടൈമിൽ തന്നെ ബുയാങ് അവൾക്ക് കോൾ ചെയ്തിട്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറയും. ഇവിടെ ബുയാങ് കാശൊക്കെ എടുത്തിട്ട് അവര് പറഞ്ഞ ഫാക്ടറിയിലേക്ക് വന്നിരിക്കാണ്. എന്നിട്ട് അവൾ അയാളോട് എവിടെ എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ കാശുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറയും. അന്നേരം അയാളെ നിന്റെ കുഞ്ഞുങ്ങളോ, അങ്ങനെ ആരും ഇവിടെയില്ലെന്ന് പറയും.
അന്നേരം അവളെ ഓക്കെ, കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഈ പണവും ഞാൻ തരില്ല എന്നും പറഞ്ഞ് അതുമായി അവൾ പോകാൻ നിൽക്കവേ അവിടെയുണ്ടായിരുന്ന ഗുണ്ടകൾ വന്നിട്ട് നീ എങ്ങോട്ടാ പോകുന്നേ, നിന്നെ ഇവിടുന്ന് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും പറഞ്ഞ് അവളെ പിടിച്ചുവെക്കും. അന്നേരം അങ്ങോട്ട് ജിയാങ് വരികയും അവരെല്ലാവരെയും അടിച്ച് അവളെ സേഫാക്കും. നിങ്ങൾക്ക് ഞാനുമായല്ലേ പ്രശ്നം, എന്തിനാണ് എന്റെ ഭാര്യയെ ഉപദ്രവിക്കുന്നത്, ഞാൻ വിജയിച്ചതല്ലേ നിങ്ങളുടെ പ്രോബ്ലം, നമുക്ക് ഒരു കളിയും കൂടെ കളിക്കാം, ഇപ്പോ ഞാൻ എന്റെ ഭാര്യയുമായി പോകാണെന്ന് പറയും. അന്നേരം അവൻ അവളോട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ, നിനക്കൊന്ന് എന്നോട് പറഞ്ഞൂടായിരുന്നോ എന്നൊക്കെ പറയും. അന്നേരം ഈ റോഡി ആഹാ അങ്ങനെ അങ്ങ് പോകുകയാണോ, നിന്നോട് റിവെഞ്ച് ചെയ്താലേ എനിക്കൊരു സമാധാനം വരത്തുള്ളൂ. അന്നേരം ബുയാങ് ഈ പണമെല്ലാം വെച്ച് ഞാനൊരു ബെഡ് പണിയും, ഈ മാച്ചിൽ നിങ്ങൾ ജയിച്ചാൽ പണമെല്ലാം നിങ്ങൾക്ക് തരും, എന്നിട്ട് ജിയാങ്ങിനോട് നീ ജയിച്ചാൽ നമുക്ക് അഭിമാനത്തോടെ വീട്ടിൽ പോകാം, തോറ്റാലും കുഴപ്പമില്ല, ഈ പ്രശ്നം ഇതോടെ അവസാനിപ്പിക്കണമെന്ന് അവൻ പറയും. ഇപ്പോൾ മാച്ച് സ്റ്റാർട്ടായിരിക്കുകയാണ്. ഹീറോ എന്തായാലും ജയിക്കുമെന്ന് മനസ്സിലാക്കി അവര് മാച്ചിൽ വെപ്പൺസ് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ബുയാങ് ഇതെന്താ വെപ്പൺസ് ഒക്കെ ഉപയോഗിച്ച് കളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ ഇത് റൂൾസ് ഇല്ലാത്ത മാച്ചാണ്, ഇവിടെ ഒരു റൂൾസും തന്നെ ഇല്ല, ഈ മാച്ചിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിന്റെ ഭർത്താവിനെ അവൻ മരിക്കുവോളം ഇടിക്കും, അതിനുശേഷം നീയും പണവും എനിക്ക് സ്വന്തം. ഇത് കേട്ട് ബുയാങ് യുജാങ് എണീക്ക് പ്ലീസ് എണീക്ക് എന്നും പറഞ്ഞ് അവന് ചീസ് ചെയ്യും. അവളുടെ വോയിസ് കേട്ടതും അവന് വീണ്ടും അടിക്കാൻ തുടങ്ങും. അന്നേരം ഈ റോഡി അവളെ പിടിച്ചിട്ട് നിന്നെ പോലൊരു പെണ്ണിനെയായിരുന്നു ഞാൻ അന്വേഷിച്ചിരുന്നത്, നിന്നെ എനിക്ക് ഇഷ്ടമായെന്നും പറഞ്ഞിട്ട് അവളെ പിടിച്ച് വെറുപ്പിക്കും. ഇത് കണ്ട ഹീറോക്ക് ആകെ കലി കയറും. ഉടനെ ഹീറോ അവനെ തകർത്തടിച്ച് ബുയാങ്ങിന്റെ കൈയും പിടിച്ച് അവിടുന്ന് ഓടും. എന്നിട്ട് ഇവിടെ എത്തിയതിനു ശേഷം അവളോട് നീ ഓടി രക്ഷപ്പെട്, ഞാൻ വന്നോളാമെന്ന് പറയും. അന്നേരം അവളാകെ പേടിച്ച് നീയും വാ, അവർ നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയും. അന്നേരം അവൻ ഞാൻ എങ്ങനെയൊന്നും മരിക്കില്ല, നീ എന്നെ കുറിച്ച് വിഷമിക്കണ്ട, നീ വേഗം പോയെന്ന് പറയും. അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട് വന്നിട്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കും. ഇവളെ കുഞ്ഞുങ്ങളെ പറ്റിയും ചോദിക്കും. കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അവർ ഫൈനാണെന്ന് ഈ ഫ്രണ്ട് പറയും. ശേഷം അവളെ യുജാങ് അവിടെ പെട്ടിട്ടുണ്ട്, അവനെ രക്ഷിക്കണമെന്ന് പറയും. ശേഷം ഇവരുടെ ആളുകൾ അവന്റെ അടുത്തേക്ക് പോകും. ഇവിടെ ബുയാങ് ടീച്ചർക്ക് വിളിച്ചിട്ട് കുഞ്ഞുങ്ങളെവിടെ എന്താ പാട് എന്നൊക്കെ അന്വേഷിക്കും. അപ്പോ ടീച്ചർ ഇവരാകെ ഇവിടെ പേടിച്ചിരിക്കാണ്, നിങ്ങൾ എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കും. ഇവിടെ ബുയാങ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കാണ്. കുഞ്ഞുങ്ങളുടെ അടുത്തേക്കാണ് പോകേണ്ടത് അതോ യുജാങ്ങിനെയാണോ രക്ഷിക്കേണ്ടത് എന്ന കൺഫ്യൂഷനിലാണ്. അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് നമ്മുടെ സീനിയർ വരുന്നത്. അവനെ കണ്ടതും എന്താണെന്നറിയില്ല ബുയാങ് ആകെ ഷോക്കാകും. ഇവിടെ വെല്ലിയുടെ ആളുകളാണ് ഹീറോയിനെ രക്ഷിച്ചത്. വെല്ലി ഇവന്റെ അടുത്തേക്ക് വന്നതും അത് ബുയാങ് ആണെന്ന് കരുതിയിട്ട് അവൻ എന്തായി കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നോ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച് തിരിഞ്ഞതും അത് വെല്ലിയാണെന്ന് അവനക്ക് മനസ്സിലാകും. ശേഷം അവൻ അവളോട് തന്നെ രക്ഷിച്ചതിന് നന്ദി. അന്നേരം വെല്ലി നിന്റെ ബോഡിയിലൊക്കെ മുറിവാണ്, വാ ഞാൻ മരുന്ന് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവനെ പിടിക്കവേ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ അവളെ തട്ടിമാറ്റും. അന്നേരം അറിയാതെ അവന്റെ ഷോൾഡറിൽ അവളുടെ ലിപ്സ്റ്റിക്കിന്റെ മാർക്ക് വരും. അന്നേരം അവൻ നീ ചെയ്ത ഹെൽപ്പിന് നന്ദി, അതിന് പകരം നിനക്ക് ഞാൻ നെക്സ്റ്റ് ടൈം ബാർബിക്യൂ വാങ്ങി തരാമെന്ന് പറയും. അന്നേരം വെല്ലി ഇവനെ പിടിച്ചു വെച്ചിട്ട് നീ എന്താ അവളെ കുറിച്ച് വേവലാതിപ്പെടുന്നത്, അവളൊരു 2 കുഞ്ഞുങ്ങളുടെ തള്ളയല്ലേ. അന്നേരം അവൻ അവള് എന്റെ പെണ്ണാണെന്ന് പറയും. ഇവിടെ ബിയാങ്ങിനെയും കുഞ്ഞുങ്ങളെയും സീനിയർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അവൾ ഫോണിൽ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് യുജാങ്ങിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നീ പേടിക്കണ്ട, നമ്മുടെ ആളുകൾ പോയിട്ട് രക്ഷിച്ചിട്ടുണ്ടെന്ന് അവൾ പറയും. ഇത് കേട്ട സീനിയർ ആരാ യുജാങ്, അത് അവൻ ഈ ഗ്രാമത്തിലെ ഫിഷർമാനായി ജോലി ചെയ്യുന്ന ഒരാളാണ്, അവനാണ് എന്റെ ഹസ്ബൻഡ് എന്നും അവൾ പറയും. അപ്പോഴേക്കും വെല്ലിയും യുജാങ്ങും പുറത്തേക്ക് വരും. ഇവരെ രണ്ടാളെയും കണ്ട് നമ്മുടെ ഹീറോക്കും നല്ല ടെൻഷൻ അടിക്കുന്നുണ്ട്. യുജാങ്ങിന്റെ കയ്യിലെ ലിപ്സ്റ്റിക് മാർക്ക് കണ്ടിട്ട് ബുയാങ്ങിനും ടെൻഷൻ അടിക്കും. അതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റും ചെയ്യണേ. നെക്സ്റ്റ് എപ്പിസോഡ് കാണാനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.